നിങ്ങൾക്കെല്ലാവർക്കും അറിയാം യു എയിൽ ഇൻഷുറൻസിനെ പറ്റി, അതായത് ജോബ് ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3 മാസം സാലറി കിട്ടുന്ന സ്കീമിനെ പറ്റി നിങ്ങൾക്കെല്ലാവരുമായിട്ട് അറിയാം. അതിൻ്റെ പേരിൽ ഫൈനുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും എനിക്ക് ഒരുപാട് പേര് എൻക്വയറികൾ വരുന്നത്, അതായത് അവർ ഓൾറെഡി അപ്ലൈ ചെയ്തു, അവർക്ക് കണ്ടിന്യൂ ആയിട്ട് ആ പേയ്മെൻറ്റ് അടയ്ക്കാൻ സാധിച്ചില്ല, അതിന് എന്ത് സംഭവിക്കും, ഫൈൻ വരുമോ, അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് എസ്എംഎസ് വരുന്നുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്ന. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടിനോ ടോക്കീസിൻ്റെ വീഡിയോ ആണ്. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെ ബെൽ ബട്ടൺ എനേബിൾ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. IOL ഇൻഷുറൻസ്, അതായത് ജോബ് ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സാലറി കിട്ടുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ്. അത് UAEയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അപ്ലൈ ചെയ്തിരിക്കുന്നത് നിർബന്ധമാണ്. അപ്ലൈ ചെയ്യേണ്ട, അതായത് ടെമ്പററി കോൺട്രാക്ട് ബേസിലൊക്കെ ജോലി ചെയ്യുന്നവരും, അതുപോലെ ഗാർഹിക ജോലി ചെയ്യുന്നവരും, അതുപോലെ സ്വന്തമായിട്ട് ബിസിനസ് നടത്തി അതിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും ഇത് ബാധകമല്ല, ഈ നിയമം ബാധകമല്ല. അല്ലാത്ത എല്ലാവരും അത് ചെയ്തിരിക്കണം. ഗവൺമെൻറ് സെക്ടറായാലും പ്രൈവറ്റ് സെക്ടറായാലും അത് ചെയ്തിരിക്കും. അത് സാലറി ബേസ്ഡൊക്കെ ആയിട്ടാണ് കാൽക്കുലേഷൻ വന്നിരിക്കുക. അതിൻ്റെ ഓരോ പേയ്മെൻറ്റ് കാൽക്കുലേഷൻ വന്ന് 5 ദറംസ് മുതൽ 10 ദറംസ് വരെയൊക്കെയാണ് അതിൻ്റെ സാലറി ബേസ്ഡ് വരുന്നത്. അതിൻ്റെ പറ്റി വിശദമായി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് വീണ്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഇൻഷുറൻസ് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 400 ദറംസ് ഫൈൻ വരും. അതായത് നമുക്ക് ഈ ഫൈൻ അടച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മുടെ ലേബർ കോൺട്രാക്ട് തീർന്ന് നമ്മൾ പുതിയൊരു കമ്പനിയിലേക്കോ അല്ലെങ്കിൽ ഈ കോൺട്രാക്ട് പുതുക്കുമ്പോഴോ നമുക്ക് ഇതൊരു പ്രശ്നമായി വരും. കാരണം നമ്മളിത് ക്ലോസ് ചെയ്യുക, ഈ ഫയൽ ക്ലോസ് ചെയ്യാതെ നമുക്ക് പുതിയൊരു കോൺട്രാക്റ്റ് അവർ ഇഷ്യൂ ചെയ്യില്ല. അതൊക്കെ ക്യാൻസൽ ചെയ്യുമ്പോഴും അതൊരു ഇഷ്യൂ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കാം. പിന്നെ വന്ന രണ്ടാമത് എല്ലാവരും ചോദിക്കുന്ന ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഓൾറെഡി എടുത്തു, ഇൻഷുറൻസ് എടുത്തു, ഞങ്ങൾ കുറച്ച് മന്ദകത്തേക്ക് എടുത്തു, ഞങ്ങളുടെ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു 3-4 മാസത്തെ ഒന്നിച്ചടച്ചു, അത് ഞങ്ങൾ അടയ്ക്കാൻ വിട്ടുപോയി, അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഫൈൻ വരും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിന് മേലെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളാണ്. അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങളൊരു IOL ഇൻഷുറൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് അടയ്ക്കാൻ പറ്റില്ല. അത് 3 മാസത്തിന് മുകളിലായിട്ട് നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് 200 ദറംസ് ഫൈൻ വരികയും അതുപോലെ തന്നെ നിങ്ങളുടെ ആ IOL ഇൻഷുറൻസ് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഇൻഷുറൻസിൻ്റെ യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. UAEയിൽ ജോലി ചെയ്യുന്ന പ്രത്യേകിച്ച് പുതിയതായിട്ട് വരുന്നവർക്ക് IOL ഇൻഷുറൻസിനെ പറ്റിയൊന്നും വലിയ അറിവില്ല. അതുപോലെ തന്നെ ലേബർ ക്യാമ്പുകൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊന്നും ഇതിനെപ്പറ്റി വലിയൊരു ബോധമില്ല. അപ്പോൾ അവരൊക്കെ നല്ലൊരു 500 ദറംസൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊരു വലിയൊരു എമൗണ്ടാണ് ഫൈനായി വരുന്നത്. അതുപോലെ തന്നെ അവരുടെ ജോബ് ലോസൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരുടെ സാലറി കിട്ടാതെ വരുന്ന അവസ്ഥയൊക്കെ വരും. 3 മാസം സാലറി ഒക്കെ കിട്ടാതെ വരുന്ന അവസ്ഥയൊക്കെ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇതൊക്കെ നമുക്ക് ഗവൺമെൻറ് തരുന്ന ഒരു നല്ലൊരു ഓഫറാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ജോലി നഷ്ടപ്പെട്ട് നമുക്കൊരു പുതിയ ജോലി കണ്ടെത്താൻ വരുമെന്നുള്ള ചിലവിന് നമുക്ക് ഈ പണം ഉപകാരപ്പെടും. അപ്പം ഇതുപോലത്തെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.